എന്റെ ഏകധനമങ്ങു ജീവനങ്ങെന്റെ ഭോഗമതുമെന്റെ മോക്ഷവും. എന്റെ ഈശ ദൃഢമീ പദാംബുജത്തിൻ്റെ സീമ ഇതു പോകിലില്ല ഞാൻ എന്ന് പറഞ്ഞ് ദിവാകര യോഗിയുടെ കാലടികളിൽ നളിനി വീഴുന്നു. കരുണാമയനായ ആ യോഗി അനശ്വര തത്വം അവൾക്കായി അപ്പോൾ ഉപദേശിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചതത്വത്തെ മുഴുവനാക്കി ഒറ്റ വരിയിൽ സാംശീകരിക്കുകയായിരുന്നു ആശാൻ അവിടെ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹസാരമിഹ സത്യമേകമാ മോഹനം ഭുവന സംഗമിങ്ങതിൽ, സ്നേഹമൂലം അമലേ വെടിഞ്ഞു ഞാൻ. പരമമായ ബ്രഹ്മാനന്ദാനുഭൂതി നിറഞ്ഞ അവളിൽ നിന്ന് ഓം എന്ന നാദവൈഖരിയോടൊപ്പം ഒരു ധാമവും മിന്നൽ പോലെ വേർപെട്ടു പോകുന്നു. ക്ഷീണയായി മിഴിയടച്ച് നിശ്ചല പ്രാണയായുടൻ അവൻ്റെ തോളതിൽ വീണു വായു വിരമിച്ച കേതുവിൽ താണുപറ്റിയ പതാക പോലെ അവൾ. കാറ്റ് നിലച്ച് കൊടിമരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന പതാക പോലെയാണ് നളിനി. ദിവാകരൻ്റെ മാറിടത്തെ ചരമശയ്യയാക്കി എന്ന് ആശാൻ അവിടെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ കുമാരൻ ആശാൻ അല്ലാതെ മറ്റാർക്കാണ് കഴിയുക? സ്നേഹം അതൊന്നു മാത്രമായിരുന്നു നളിനിയുടെ മന്ത്രം. കൂണുപോലെ വന്നു പോകുന്ന പുതിയ കാലത്തെ പ്രണയങ്ങൾക്കിടയിൽ നളിനിയുടെ സ്നേഹത്തെ വർണ്ണിക്കുവാനുള്ള വാക്കുകൾ അപൂർണം. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷയിത് അപൂർണമെന്നഹോ അന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ. സ്നേഹപൂർവം ഐശ്വര്യ.